Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. അജിത്തേട്ടാ, ഫസ്റ്റ് ഞാൻ ചോദിക്കുക, രാജുവേട്ടൻ ഇങ്ങനെ ആക്കി എടുത്തല്ലോ. ഫസ്റ്റ് രാജുവേട്ടൻ വരുമ്പം എത്ര കിലോ ഉണ്ടായിരുന്നു? ഒരു അപ്രോക്സിമേറ്റ് ഒരു 98-99. എന്നിട്ട് അത് എത്രയൊക്കെ എടുത്തു? ഒരു 68-69ലേക്ക് എത്തിയ ഒരു ചേഞ്ച് വരുത്തിക്കാൻ പറ്റും. ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരാളെ നജീബായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. ഏകദേശം ഒരു വർഷത്തിന് മേലെ എടുത്തു. ഒരു വർഷം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഇതായി വന്നത്. ഭയങ്കര മണൽക്കാറ്റ് എപ്പോഴും നമ്മള് ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഫുഡിലൊക്കെ പെട്ടെന്ന് മണ്ണാവും. ഹീസ് ലിറ്ററലി ഹംഗ്രി ഓൺ ദാറ്റ് ടൈം. That hunger made him do more in his acting thing. അതായിരിക്കാം നജീബ് അനുഭവിച്ച കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കും വിഷണറി ആയിട്ടുള്ള ഒരാള് അത് മാനേജ് ചെയ്തതിന്റെ ഒരു വലിയ സക്സസ് ആണ് അത്. ലൈഫിൽ ഒരിക്കലും പട്ടിണി രൂപത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അൺഹെൽത്തി. കടുവ എന്നുള്ള മൂവിയിൽ അദ്ദേഹം ജുബ് ഇടുമ്പോഴൊക്കെ ഭയങ്കര ഫസ്റ്റത്തെ ഇതിനകത്ത് ഒരു ലുക്കിലൊക്കെ അദ്ദേഹത്തിന് തന്നെ കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ വീണ്ടും ഗെയിൻ ചെയ്തു. ഒത്തിരി തണുപ്പില്ല. ഡെസേർട്ട് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോൺ ചില്ലിങ് കോൾഡ്. ഹലോ ഹായ് അജിത്തേട്ടാ, ഫസ്റ്റ് ഞാൻ ചോദിക്കുക, നമ്മളെ രാജുവേട്ടൻ ഇങ്ങനെ ആക്കി എടുത്തല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? അതൊരു ലോങ് പ്രോസസ് ആയിരുന്നു. ആ സിനിമയിൽ നജീബ് എന്നുള്ള ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ തിങ് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അതൊരു സീരിയസ് എലമെന്റ് അതിനകത്ത്. അപ്പോൾ ബ്ലെസി സാറിന്റെ ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു സംഭവമാണ്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു. അതിന്റെ ഒരു റിസൾട്ട് ഇന്ന് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതെ, കണ്ടു വിചാരിക്കുന്നു. അല്ല, ഫസ്റ്റ് രാജുവേട്ടൻ വരുമ്പം എത്ര കിലോ ഉണ്ടായിരുന്നു? ഒരു അപ്രോക്സിമേറ്റ് ഒരു 98-99, 97-98 ആ ഒരു അതെ അതെ അതെ. എന്നിട്ട് അത് എത്രയൊക്കെ എടുത്തു? ഓൾമോസ്റ്റ് ഒരു 70ക്ക് താഴെയാണ്. ഒരു 68-69ലേക്ക് എത്തിയാണ്. അത് വെയിറ്റ് മാത്രമല്ല. ദ തിങ് ഈസ് ആ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, ആ ക്യാരക്ടർ ആ പെർട്ടിക്കുലർ ടൈമിൽ എങ്ങനെ ഇരിക്കുന്ന എന്നുള്ള ഡിമാൻഡ് ചെയ്യണ അതുപോലെയാണ്. അല്ല, ചിലപ്പോൾ അതൊരു 75-ലായിരുന്നു വെച്ചെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് അവിടെ നിർത്തിയേനെ. ചിലപ്പോൾ അതൊരു എന്താ പറയുക 79-ലാണെങ്കിൽ അതവിടെ നിർത്തേണ്ടി വന്നേനെ. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ വെയിറ്റ്, ഇറ്റ്സ് അബൌട്ട് ദ വേ ഹി ലുക്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ. അതെ അതെ. പിന്നെ തീർച്ചയായും കാരണം ഒരു 98-99 kg ബിഗ് ഫ്രെയിമിൽ എന്താ 20 വർഷത്തിന് മേലെ വർക്ക്ഔട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് ദാറ്റ് ഈസി. ബട്ട് പിന്നെ അറിയാലോ പൃഥ്വിരാജ് സാറിന് എനിക്ക് തോന്നണേ ഈ മറ്റേ മസിലൊക്കെ ഉള്ളേ രാജുവേട്ടന് ശരിക്കും. ശരിക്കും മസിലുള്ളത് ആ മസിലൊക്കെ എടുക്കണ്ടേ? അതെ, അത് എന്തായാലും ആ ഒരു ഫാറ്റ് ലോസ് വരുമ്പോ ഫാറ്റ് മാത്രമായിരിക്കില്ല, മസിലിനും ഫാറ്റിന്റെ ഒരു മിക്സ്ചർ ആയിട്ടായിരിക്കും എല്ലാവർക്കും കുറയുന്നത്. യെസ്, ഒരു പോയിന്റിൽ അതാണൊരു സാഡസ്റ്റ് പാർട്ട് എനിക്കും. കാരണം കുറെ നാളായിട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മസിൽ. അതെ അതെ അതെ. അത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതിന്റെ ഒരു ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിന്റെ ഒരു ഡേ ആണിത്. യെസ്. അങ്ങനെയല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ മസിലിന്റെ ഫാറ്റിന്റെ ഒരു മിക്സ്ചർ ആണ് കുറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തേക്കണം. ഒരിക്കലും ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരാളെ നജീബായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ആ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ റോളിന് വേണ്ട രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മാരത്തോൺ അത്ലറ്റിന് എടുക്കാം. ദേ ആർ ഹെൽത്തി, ദേ ആർ വെരി അത്ലറ്റിക്, അറ്റ് ദ സെയിം ടൈം ദേ ആർ വെരി ലീൻ. അവർ ആ ഒരു ട്രിംഡ്. സോ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ട്രയാത്ലറ്റ് എന്ന് പറയും. ട്രയാത്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻ്റാണ്. ഒരു ഇത്ര സ്വിമ്മിങ്, ഇത്ര റണ്ണിങ്, ഇത്ര സൈക്ലിംഗ് ഒക്കെ ഉള്ള ഒരു ഇവൻ്റാണ്. അതിനുവേണ്ടി പ്രെപ്പ് ചെയ്യണ ഒരു മോസ്റ്റ്ലി ഭയങ്കര ലീനും ഭയങ്കര സ്കിന്നി ആയിട്ടുള്ളവരാണ്. ബട്ട് ദേ ഹാവ് എ ലോട്ട് ഓഫ് എൻഡ്യൂറൻസ്. അപ്പൊ അങ്ങനെ ചെയ്തു. സോ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ ചെയ്തപ്പോൾ അതിന്റെ റിക്കവറിയും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പിന്നെ അതെ അതെ അതെ. ഇത് എന്തായാലും ഇനി മൂവികളല്ലേ, ഇനി കമ്മിറ്റ്മെന്റുകളല്ലേ. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സാറിന് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ കാണുന്നത്. അതെ അതെ അതെ. ഏകദേശം ഒരു വർഷത്തിന് മേലെ എടുത്തു. അല്ല, വർഷങ്ങളായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആള് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതെ അതെ. ഈ വർക്ക്ഔട്ട് മാത്രമല്ല, അതൊരു ലോങ് പ്രോസസ് ആണ്. ഒരു പ്രോസസ് ഓഫ് ലോട്ട് ഓഫ് തിങ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് വർക്ക്ഔട്ട്, ഡയറ്റ്, റെസ്റ്റ്, പ്രോപ്പർ സ്ലീപ്പ്, അതിന്റെ
ഞാൻ പറഞ്ഞില്ല, അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. വർക്കൗട്ട് അതിന്റെ ഒരു മേജർ പാർട്ടായിരുന്നു. യെസ്. എന്നാലും നമുക്ക് റിക്കവറി ചെയ്യുമ്പോൾ ആ മസ്കുലറായിട്ട് ഹെൽത്തി ആയിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. വെറുതെ പട്ടിണി കിടന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു വർഷം എടുത്തിട്ട് തടി കുറച്ചു, തിരിച്ച് അതേ ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് എത്ര എടുത്തു? അത്രയും തന്നെ എടുത്തു. ഏകദേശം ഒരു 4 to 5 months ഒരു റിക്കവറി വന്നു. സാറ് അതിനുശേഷം ഒരു പിക്ചർ ഇട്ടിരുന്നു, ലൈക്ക് പുള്ളിയുടെ ക്വാറന്റൈൻ ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 4-5 മാസത്തിനുള്ളിൽ കോൾഡ് കേസ് എന്നുള്ള മൂവി ചെയ്തു. പിന്നെ കടുവ എന്ന് പറഞ്ഞൊരു നല്ലൊരു മൂവി. അതിന്റെ ഇടയിൽ മൂവിയും ചെയ്യേണ്ടി വന്നു. കുറെ വർഷത്തെ ഒരു ഇതാണല്ലോ ഇത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറെ വേറെ മൂവീസും കമ്മിറ്റ് ചെയ്യുമ്പോ അതിന്റെയും ഈ ഇതൊക്കെ നോക്കണ്ടേ? 100%. അപ്പൊ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കും വിഷണറി ആയിട്ടുള്ള ഒരാള് അത് മാനേജ് ചെയ്തതിന്റെ ഒരു വലിയ സക്സസ് ആണത്. അദ്ദേഹത്തിന് അറിയാം കറക്റ്റ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് പോയിന്റിലാണ് അത് ചെയ്യേണ്ടത്. ഒരു ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ലക്ക് ബൈ ചാൻസ് ഹാപ്പൻ ചെയ്തല്ല. അത് ബ്ലിസ് സാറിനെ പോലത്തെ ഒരു വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ഡയറക്ടറും പൃഥ്വിരാജ് സാറിനെ പോലെ ഭയങ്കര വർക്ക് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരാളും കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു മൂവിയാണിത്. ഇറ്റ്സ് നോട്ട് ഒരു പോയിന്റിൽ പോലും ലക്ക് ഹെൽപ്പ് ചെയ്യാത്തൊരു മൂവിയാണിത്. ഐ മീൻ ഞാൻ എൻ്റെ ഒരു അത് ഇത്രയും പ്രോസസ്സിലൂടെ പോയിട്ട് 2008 പ്ലാൻ ചെയ്തൊരു സംഭവം പല ഘട്ടങ്ങളിലൂടെ ട്രാവൽ ചെയ്ത് 2024 നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡും ആണ്. ലൈക്ക് എന്റെ ഒരു പെർസെന്റേജ് ഉണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞാലേ അതൊരു പെർട്ടിക്കുലർ ഡയറ്റ് ആയിട്ട് നമുക്കിപ്പോൾ പറയാനില്ല. എല്ലാത്തിന്റെ ഒരു ബേസ് ഒരു കാലറി ഡെഫിസിറ്റ് തന്നെയാണ്. അതായത് വേണ്ട കാലറിയിലും കുറച്ച് കഴിച്ച് വെയിറ്റ് ഗ്രാജുവൽ ആയിട്ട് കുറയ്ക്കുക. സഡൻ ആയിട്ട് കുറയ്ക്കുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി യുണീക്കാണ്. അപ്പോൾ അവരുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡയറ്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഈ ഡ്രൈ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഫിഷ് ഒക്കെ ആണെങ്കിലും അത് ഭയങ്കര ഡ്രൈ ആയിട്ട് വന്നാൽ അദ്ദേഹത്തിന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സെറ്റിൽ കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ നമ്മൾ ഭയങ്കര മണൽക്കാറ്റ് എപ്പോഴും നമ്മൾ ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ മറ്റേ എന്താ പറയാ ഫുഡിലൊക്കെ പെട്ടെന്ന് മണ്ണാവും. സോ പെട്ടെന്ന് ഈസിലി ഗ്രാബ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന റോളുകൾ അതൊക്കെയായിരുന്നു അത് കഴിക്കാൻ ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നുന്നു സാർ ഒട്ടും അത്ര പെർട്ടിക്കുലർ അല്ല ഫുഡിന്റെ കാര്യത്തില്. ഇന്നത് തന്നെ വേണം, ഇന്നതേ കഴിക്കുള്ളൂ, എന്തായാലും അങ്ങനെ പറയുന്നു. അതെ അതെ ഉദ്ദേശം അതേ സാധനം തന്നെ. അതെ എനിക്ക് മനസ്സിലായി. ഒരു എന്താണ് അങ്ങനെ ഡിമാൻഡിങ് അല്ല. റൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ഹാവ്. കാരണം പുള്ളി ഒരു വർക്കിൽ ഇൻവോൾവ് ആണ്. ഫുഡ് എന്തെങ്കിലും സാധനത്തിൽ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫുഡ് ആണെങ്കിൽ ലൈക്ക് ഒരു എല്ലാവരെയും പോലെ തന്നെ അത് പ്രോപ്പറായിട്ട് പുള്ളി കഴിക്കും. അല്ലാതെ എനിക്ക് ഇങ്ങനെ വേണം, ഇതിനത് അത് വേണം, ഇത് വേണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരാളാണ്. അതെ, യെസ്. ആ തീർച്ചയായും. പിന്നെ പൃഥ്വിരാജ് സാറിനെ കണ്ടിട്ടുണ്ടോ? ആ, അതുകൊണ്ട് നേരിട്ട് കാണുമ്പോ കൊതിപ്പിക്കാനൊന്നും തോന്നത്തില്ല. ഒരാളിങ്ങനെ മരിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് ഇതാക്കുമ്പോ ബാക്കിയുള്ളവരിങ്ങനെ കഴിക്കാണുമ്പോ നമുക്കൊരു കൊതി തോന്നില്ലേ? ആക്ച്വലി സെറ്റില് എനിക്കറിയില്ല, സെറ്റില് പറയണ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ചേട്ടനെ എപ്പോഴും പറയും, അവർക്ക് അവാർഡ് നമുക്ക് അൾസറേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമ്മൾ കഴിക്കണം, സമയത്തിന് കഴിക്കണം. അങ്ങനെയല്ല സാറിന്റെ ഫുഡ് രീതികള്. ആള് നജീബായി കഴിഞ്ഞു. ഐ മീൻ ആ പ്രോസസ്സിൽ നജീബായി കഴിഞ്ഞു. അപ്പൊ അവരുടെ മുന്നിൽ അവര് സിനിമ ഇന്ന് കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അതിനകത്തൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. അപ്പൊ അദ്ദേഹം ക്യാരക്ടറിലേക്ക് ആവുമ്പോൾ നജീബ് അനുഭവിച്ച കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ റിഫ്ലക്ട് ചെയ്യും. സോ പുള്ളി എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്, അദ്ദേഹം തിങ്ക് ചെയ്യുന്നത് ദാറ്റ് ഹങ്കർ മെയ്ഡ് ഹിം ഡു മോർ ഇൻ ഹിസ് ആക്ടിങ് തിങ്. അതായിരിക്കാം, ബിക്കോസ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ്. ഞാൻ ഇന്ന് മൂവി കണ്ടപ്പോൾ അത് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പ്യുവർ ഹങ്കർനെസ്, ദ വേ ഹി ഡെലിവർ തിങ്സ്. ഡയലോഗൊന്നുമില്ല, കാരണം പുള്ളിയും കുറെ ആടുകളും അല്ലേ. സിനിമ വരട്ടെ കേട്ടോ, അപ്പൊ സിനിമയിൽ കാണാം. അപ്പൊ അതിനകത്ത് മനസ്സിലാവും. സോ അത് ഡെലിവർ ചെയ്യുന്നത് വൺ ഓഫ് ദ റീസൺ ഹി ഈസ് ലിറ്ററലി ഹംഗ്രി ഓൺ ദാറ്റ് ടൈം, യുനോ. അപ്പോ
അപ്പോൾ യഥാർത്ഥ വിശപ്പായിരിക്കാം അദ്ദേഹം അത് ക്യാമറയുടെ മുന്നിൽ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഷോർട്ട് ടേം പരിപാടികൾ അറിയാലോ, അദ്ദേഹം ഒത്തിരി നോളജും ഒത്തിരി വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അപ്പുറം വലിയ വലിയ സംഭവങ്ങളുണ്ട്, അതിനൊരു വലിയൊരു പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് വരാനുണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. ഒരു പോയിന്റിൽ പോലും എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡയറ്റ് ബ്രേക്ക് ചെയ്യാന്ന് പറയോ, ഗിവ് മീ മോർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ഇത്രേ ഉള്ളോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഇത്രയും ഞാൻ കഴിക്കണോ, അങ്ങനെയുള്ള കുറെ പേര് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡെഡിക്കേറ്റഡ് ഉള്ളവര് വളരെ കുറവാണ്. പക്ഷെ ഒത്തിരി നല്ല ആൾക്കാർ, ഐ മീൻ സിനിമയിൽ അല്ലാതെയായിട്ടുള്ള ഒരുപാട് നല്ല ആൾക്കാരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര എഫേർട്ട് ഇടുന്നവരുണ്ട്. പക്ഷെ പൃഥ്വിരാജ് സാറിനെ പോലെയുള്ള ഒരാള് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും വർക്ക് എത്തിക്കുള്ള ഒരാളെ ഞാൻ എന്റെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ആളാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടുപേരും കൂടി ഇന്നിരുന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഇന്റർവ്യൂ ഇത്രയോ ഒരു വർഷത്തോളം എളുപ്പമല്ല അത്. പക്ഷെ അത് ദാറ്റ്സ് വൈ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽ മാറ്റർ ലൈക്ക് അത് വേണമെങ്കിൽ ചിലപ്പോൾ ബ്ലസ് സാറിന് എനിക്കറിയില്ല വേറൊരു ആക്ടറിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന് ആൻസർ ആണ് പൃഥ്വിരാജ് സാർ എന്നുള്ളത്. കാരണം അതെ പുള്ളി ദ മാൻ ഓഫ് വേർഡ്സ്. ഇഫ് ഹി കമ്മിറ്റ് സംതിങ് ഹി വിൽ ഡെലിവർ ഇറ്റ് എന്നുള്ളതാണ് ഞാൻ ഇതുവരെ കണ്ടേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ആൻഡ് പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ ഇപ്പോഴും നമുക്ക് രോമാഞ്ചം വരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടില്ലേ? അപ്പൊ ചേട്ടന്റെ ഒരു വർക്ക് ഇങ്ങനെ കണ്ടപ്പോ എന്താ തോന്നിയത്? അത് ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തമിഴ് പാൻ ഇന്ത്യ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒരു ട്രെയിനറിനെ കൊണ്ടുവരാനും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാരാണ് ഈ പ്രൊഡക്ഷനും പൃഥ്വിരാജ് സാറും. അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, പിന്നെ എനിക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയ ടെക്നീഷ്യൻസിൻ്റെയൊക്കെ, അത് ഏറ്റവും വലിയ സ്ക്രീനിൽ എല്ലാവരുടെ ആക്സെപ്റ്റൻസ്. കുറെ പേര് എന്നെ ഇന്ന് സിനിമ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. കാരണം ഒരു പോയിന്റിലും എന്നെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ എന്നെ അറിയാവുന്നവരൊക്കെ, അത് സിനിമയിലുള്ളവരല്ലാത്തവരൊക്കെ റാൻഡം ആയിട്ടൊക്കെ ആളുകളൊക്കെ എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ പറയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടാൽ തന്നെ നമ്മൾ ചോദിക്കില്ല ഇത് ആരാ ഇദ്ദേഹത്തിനെ ആക്കിയെടുത്ത ആളത്. അതൊരു ടീം വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് എപ്പോഴും എനിക്ക് അതൊരു സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ ആസ് എ ഫിറ്റ്നസ് കോച്ച് അതെന്റെ ഒരു ലൈഫിലൊരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ്, ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് തന്നെ നിൽക്കും. അത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. യെസ്. ഓക്കെ. അപ്പൊ ഒരു ഡേയിൽ എന്തൊക്കെ വർക്ക്ഔട്ടാ ചെയ്യാറ് രാജുവേട്ടൻ? സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മസിൽ ബൾക്കി അല്ല, മസിലുള്ള മസിൽ എക്സിസ്റ്റിംഗ് മസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ജോയിൻസിനോ അല്ലെങ്കിൽ വേറെ എന്താ പറയാ വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിലായിരിക്കണം. കാർഡിയോ വാസ്കുലാരിറ്റി കൂട്ടണം. സോ കൂടുതലും ഫങ്ഷണൽ ട്രെയിനിങ്, മൂവ്മെന്റ്, മൊബിലിറ്റി, അജിലിറ്റി, ബിക്കോസ് കുറെ ഓട്ടോ ഒക്കെ ഡിമാൻഡ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. പ്ലസ് കുറെ സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ലൈക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. മറ്റേ ഡയറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ മിക്സ് ഓഫ് ലോട്ട് ഓഫ് ട്രെയിനിങ് ആണ് ഇതിനകത്ത്. യെസ്. അപ്പം ജിമ്മിൽ എത്ര മണിക്കൂർ ഉണ്ടാവും ഒരു ദിവസം? നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കൂടുതൽ ചെയ്യാറില്ല. അത്രയേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ ഒരു എക്സ്ട്രാ ഒരു 30 to 45 minutes ഓഫ് കാർഡിയോ എക്സ്ട്രാ ചിലപ്പോൾ ഈവനിങ്സിൽ ചെയ്ത ടൈമുകളുണ്ട്. അത്രയൊക്കെ തന്നെ അത്ര മതി. അതാർക്കായാലും അത്ര മതിയല്ലേ? ഇപ്പൊ ഞാന് മറ്റേ രാജുവേട്ടനൊപ്പം തന്നെ ഒരു ഗൂഗിൾ തന്നെ ഒരു ഗൂഗിള് പറയണ്ടായി 3 ദിവസം വെള്ളം മാത്രം കുടിച്ചിട്ട് ചെയ്യാൻ നോക്കി. ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹെൽത്തി ആണോ? അല്ലല്ലോ. ഗൂഗിള് എനിക്കറിയാം, ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാട്ടോ. അവൻ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ്. ഞാനൊരു പോയിന്റിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഈ ഇതിന്റെ കാര്യത്തില്. സോ പിന്നെ വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ് ഗൂഗിള്. അത് എൻ്റർ ആവുന്ന സമയത്ത്. അപ്പൊ ഗൂഗിളിൻ്റെതായ രീതിയിലും ഗൂഗിൾ കേട്ടറിഞ്ഞതും പിന്നെ ഗൂഗിൾ ഫോളോ ചെയ്തത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ബെയിലിന്റെ മെഷീനിസ്റ്റും അതാണ് ഫോട്ടോ. അപ്പൊ ആ രീതിയിലാണ് ഗൂഗിൾ അത് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഫോർ ഹിം ഇറ്റ് ഇസ് for everyone as a once in a lifetime opportunity. So they all focusing on the product, how it gonna come. And ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ 3 പ്രാവശ്യം ഗൂഗിളിനെ വിളിച്ചു.
കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി അവന്റെ സീനുകളും കാര്യം. കാരണം പിന്നെ ഞങ്ങൾ വളരെ തിക്കായിട്ടുള്ള ഒരു ആ ക്യാമ്പിലുള്ള നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇവൻ ഇതാണ് ചെയ്തു വെച്ചേക്കണേന്ന്. കാരണം ഇത് അല്ല വർക്കൗട്ട് ചെയ്യാൻ അല്ല അതൊക്കെ പരിചയമുണ്ട്. പക്ഷെ ദ പ്രൊഡക്റ്റ് ദ ആക്ടിങ് അത് കട്ട് ചെയ്ത് വന്നിട്ട് സിനിമയുടെ എന്താണ് വന്നേക്കുന്നത് ഇന്നല്ലേ കാണുന്നത്. ആൻഡ് ഐ ആം ലൈക്ക് അയ്യോ നമ്മുടെ കൊച്ചു ഗോകുലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അയ്യോ സങ്കടം നമ്മളെ ടച്ച് ചെയ്യിപ്പിച്ചോളാം ഭയങ്കരമായിട്ട്. യെസ് അതും ഫോട്ടോ കാണാൻ ഞെട്ടിപ്പോയി. ചേട്ടൻ ആരെങ്കിലും മീൻസ് രാജേട്ടൻ എങ്ങനെ പറയായിരുന്നോ ഇന്ന ലുക്കില് വേണം? ഇല്ല നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി. കൊളബോൺ കാണണം. ബ്ലിസാറാണ് കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ബ്ലിസാറിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നജീബ് അതെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മേജർ ഒരു ഷോട്ടാണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഭംഗി കുറയും. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞിട്ടാണെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ആണ്. കാരണം ഇന്ന് നമ്മുടെ ഒരു ചെറിയ വേർഡ് മൂലം ഉണ്ടാവുന്ന എന്താണെന്നറിയോ? നമ്മൾ കറക്റ്റ് സൺ വരാൻ കാത്തിരുന്നത്, പൊടിക്കാറ്റുണ്ടായത്, ലൈറ്റ് പോവില്ല എന്നുള്ളത്, ആ ഒരു പോയിന്റിലേക്ക് എത്തിയത്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി മാത്രം നമുക്ക് പെർമിഷൻ കിട്ടിയത്, അത് എല്ലാം അതിനുവേണ്ടി ഒത്തൊരുങ്ങി വന്ന ഒരു മൊമെന്റിലാണ് ആ ഷോട്ട് നടന്നേക്കുന്നത്. അതൊരു ബ്ലിസ്ഫുൾ ഇവന്റ് ആണ്. പിന്നെ അത് ഭയങ്കര വലിയ സീനാണ്. അത് സിനിമ കാണാത്ത ഇവിടെ ആരും ഇല്ലേ സിനിമ? ഞാൻ പറയില്ല അല്ല അത് ഇപ്പൊ സിനിമ ഇറങ്ങിയോണ്ടല്ലേ. ഇതിപ്പോ നമ്മള് എത്ര കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്തതാ. ഇന്നേ വരെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇന്നേ വരെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ നമ്മുടെ ഇന്ന് പുറത്തേക്ക് വരില്ല. കാരണം വി ഹാവ് ടു പ്രിസർവ് ഇറ്റ്. എവറി വൺ ഈസ് റെസ്പോൺസിബിൾ. ലൈക്ക് ഈ മൂവി കാണുന്നവരാണെങ്കിലും ഞാൻ എന്റർടൈൻ ചെയ്യില്ല. ഒരു വീഡിയോ എടുത്ത് ഇടുന്നതോ എന്തോ അത് ചിലപ്പോൾ അതൊരു സന്തോഷം, എല്ലാവരുടെ ആൾക്കാരുടെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സംഭവം, അതിൻ്റെ അകത്തൊരു കുറെ എലമെന്റ്സ് ഉണ്ട്. അത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഞാനും സിനിമയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ പുതിയതായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിന്റെ ബാക്ക് വർക്ക്, അതിന്റെ ബാക്കിൽ നടക്കുന്ന റിയൽ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു സിനിമയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനോ നമുക്ക് തോന്നത്തില്ലെന്നല്ല. അത് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് കേൾക്കണം, നമുക്ക് ഇത്രയും വർഷത്തെ ഒരു പിന്നെ നേരിട്ട് കണ്ട ആൾക്കാർക്കൊക്കെ തോന്നാണ്ടിരിക്കുവോ? ഓക്കെ. ഈ ചോറ് കഴിക്കാൻ പറ്റുന്ന ലിറ്ററേച്ചർ ചോറ് കഴിക്കണോണ്ട് ആക്ച്വലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഈ സിനിമക്ക് വേണ്ടിയിട്ടാണോ അല്ലെ പൊതുവാണോ? തടി കുറയ്ക്കാൻ അല്ല, ചോറ് കഴിക്കുന്നതുകൊണ്ട് ആക്ച്വലി കുഴപ്പമില്ല. ചോറ് ഒരു പ്രശ്നക്കാരനല്ല. ചോറാണെങ്കിലും അതൊരു കാലറിയാണ്. അതൊരു മോഡറേറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദർ വാസ് എ പോയിന്റ് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള സംഭവമേ എടുത്തു മാറ്റി. അപ്പൊ ചോറും പോയി. ചോറ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് നോട്ട് എ വില്ലൻ. മനസ്സിലായോ? ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോഡറേറ്റ് ആയിട്ട് വേണ്ടത്ര കഴിച്ചാൽ കുഴപ്പമില്ല. ഓവർ ഫീഡ് ചെയ്യാതിരുന്നാൽ മതി. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും വെജിറ്റബിൾസ് മാത്രമായി, സലാഡ്സ് മാത്രമായി. ഒരു പോയിന്റ് ക്ഷീണം ഒബ്വിയസ്ലി ക്ഷീണം വരും. അയ്യോ ഒരിക്കലും ഇല്ല. അതൊന്നും കേൾക്കില്ലെന്നേ നിങ്ങളെ. അതൊന്നും ഒരു അത് അങ്ങനെ ഞാൻ പറയാൻ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാനെന്നല്ല, അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യണ ഒരാള് എനിക്ക് വയ്യാന്ന് പുള്ളി പറയുന്നതോ അല്ലെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഷൂട്ടിന് പറഞ്ഞ 8ാമത്തെ വർഷമായത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് മടി തോന്നിയിട്ടുണ്ട് ഒരു ദിവസം സെറ്റിൽ പോകാൻ. പക്ഷെ അദ്ദേഹത്തിന് തോന്നത്തില്ല. അല്ല അതിനി പറയുന്നു വേണ്ട, അത് എടുത്തെടുത്ത് പറയണ്ട. ഞാനത് ഒരു പ്രാസത്തിൽ പറഞ്ഞതാ. അല്ല നമുക്ക് അതല്ല, ലൈക്ക് യു വിൽ ഗെറ്റ് ടയേർഡ്. ലൈക്ക് ലോങ് നൈറ്റ്, എന്താ പറയാ, ഭയങ്കര തണുപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സാർ തന്നെ പറയുന്നുണ്ട്, ബോഡി ഫാറ്റ് കുറയുമ്പോൾ നമുക്ക് തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യും. കാരണം അത് ഫാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസുലേഷനാണ്. നല്ല ഫാറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഫാറ്റ് ലെയർ കടന്നിട്ട് വേണം ആ കോൾഡിന് നമ്മുടെ മസിൽസിലേക്ക് എത്താൻ. ദെൻ യു വിൽ ഗെറ്റ് ചിൽ. എന്തിനാ കുട്ടി ബോഡി ഷെയിം ചെയ്യണം? ചുമ്മാ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, നമുക്ക് ഫാറ്റ് ലെയർ കൂടുതലുണ്ടെങ്കിൽ, കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ തണുപ്പ് അറിയുന്നത് കുറവായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്നൊരു വരൾച്ചയൊക്കെ വന്നു, ഫാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, ആദ്യം മരിക്കുന്നത് ലീനും മസ്കുലർ ആയിട്ടുള്ളവരായിരിക്കും. കാരണം ഓൾറെഡി ഫാറ്റ് സ്റ്റോറേജ് ഉണ്ട്. അത് പറഞ്ഞിട്ട്
എനിക്ക് അടുത്ത ഡയലോഗ് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇറ്റ്സ് ഓക്കെ. പ്രതീക്ഷിച്ചു. അതെ അതും കൂടി ഞാനത് പറയണതിന് മുമ്പ് പറയാം. ഓക്കെ വാട്ട് എവർ. സോ ദ തിങ് ഈസ് ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റ്, വളരെ വളരെ പിന്നെ കോസ്റ്റ്യൂം കുറച്ച് ചെറിയ ലെയേഴ്സ് ആണ്, ഒന്നും ഇടാനൊന്നും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഒത്തിരി തണുപ്പില്ല. ഡെസേർട്ട് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോൺ ചില്ലിങ് കോൾഡ്. ലൈക്ക് നമ്മുടെ വിരലൊക്കെ ഭയങ്കരമായിട്ട് നമ്പാവും, ബ്ലഡ് ഒക്കെ വരും. രാത്രി ഭീകര തണുപ്പാ. അപ്പോ അങ്ങനെ പിന്നെ അടുത്ത ഷെഡ്യൂൾ വന്നപ്പോൾ കുറച്ച് ചൂടായി. അപ്പൊ ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ചൂടും ഭയങ്കര തണുപ്പും വരുന്ന ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ള ഒരു ഡെസേർട്ടാണ് വാഡിഗ്രാമില്. അപ്പോൾ ഞാൻ പറയായിരുന്നു, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഭയങ്കര ടയർഡാ. എവ്രി വൺ ഇൻ ദ സെറ്റ് ഈസ് ടയർഡ്. എനിക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ജോലിയില്ല, സാറിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ദർ ആർ പീപ്പിൾ ക്യാരിയിങ് മറ്റേ വലിയ ലൈറ്റും ജിബ് ഓപ്പറേറ്റേഴ്സ്, ബ്ലസ്സിസ് ആർ, എവ്രി വൺ ഈസ് ടയർഡ്, ഗെറ്റിംഗ് ടയർഡ്. ബട്ട് നെക്സ്റ്റ് ഡേ മൂവിക്കാണ്. സോ സാർ ഈസ് ഓൾ ഇൻ. പിന്നെ സാറിന് എനിക്ക് തോന്നുന്നു ഒരു 1 hour പ്ലസ് മേക്കപ്പിന് എടുക്കും. അപ്പോൾ ഹി ഹാസ് ടു വേക്കപ്പ് ഏർലി and sit for the makeup, the entire thing. Then he will go to the set. That's an everyday process. അപ്പോൾ അത് ഒരു മടിയില്ലാതെ ചെയ്യും. എനിക്ക് തോന്നുന്നു രാജുവേട്ടനും ഗൂഗിളിനായിരിക്കും കൂടുതലും ഈ തണുപ്പിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അതെ തണുപ്പിന്റെ ആണെങ്കിലും ചൂടിന്റെ ആണെങ്കിലും അതെ. യെസ്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. കാരണം ആ കൂട്ടത്തിലും മെലിഞ്ഞ ആൾക്കാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, വളരെ യങ്ങായിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ബട്ട് ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ബാധിക്കും. കാരണം ഇവർക്ക് ഓപ്ഷൻ ഇല്ല ജാക്കറ്റ്സ് ഇടാനോ, ഷോർട്ട് അല്ലാത്തപ്പോഴല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു മെലിഞ്ഞ ഒരു സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അത് എത്ര ഹാർഡായിരുന്നു ആ സംഭവം? അത് ഹാർഡിലുപരി ആ പ്രോസസ്സ് ഞങ്ങൾ ഒന്നുകൂടെ ലൈക്ക് യുനോ നമ്മള്, കാരണം പണ്ട് നമുക്കൊരു സെർട്ടൈൻ വർക്ക്ഔട്ട് ഡയറ്റ് പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ആ ഒരു പഴയ ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ വീണ്ടും അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അയ്യോ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ നമ്മുടെ ഫിറ്റ്നസ് ലെവൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു മെന്റൽ സ്റ്റേറ്റാണ്. അപ്പൊ അതിന് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയും. അതായത് എത്രയാണോ ഇപ്പൊ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഒരു 60 to 70% കണ്ടിന്യൂസ് ട്രെയിൻ ചെയ്ത്, അപ്പൊ അതൊരു സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ എവിടെയെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യണം. സോ അതെ, എന്നാൽ അതാണ് പ്രോഗ്രസീവ് ഓവർലോഡിങ്ങിന്റെ ഒരു വൺ ഓഫ് ദ. അപ്പോൾ അതിലേക്ക് എത്താൻ എനിക്ക് തോന്നുന്നു ഒരു 6 to 8 months എത്തി. ദെൻ ഇപ്പോൾ നമ്മുടെ കടുവ എന്നുള്ള മൂവിയിൽ അദ്ദേഹം ജുബ്ബ ഇടുമ്പോഴൊക്കെ ഭയങ്കര ഫസ്റ്റത്തെ ഇതിനകത്ത് ഒരു ലുക്കിലൊക്കെ അദ്ദേഹത്തിന് തന്നെ കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ വീണ്ടും ഗെയിൻ ചെയ്തു മസ്കുലർ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ലുക്സ് റിയലി നൈസ് ഇൻ ദാറ്റ് മൂവി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആടുജീവിതം ഷൂട്ട് ചെയ്യാൻ പോയി, വീണ്ടും കുറച്ചിട്ട്. അതെ സമ്മതിക്കേണ്ടി വരും. അതെ, അതല്ല അപ്പൊ ഈ ജിമ്മിലൊക്കെ വന്നിട്ട് പിന്നെയും ഇപ്പൊ നമ്മൾ ഗെയിൻ ചെയ്യുമ്പോൾ പിന്നെയും വർക്കൗട്ടും കാര്യങ്ങളും ഇതേപോലെ തന്നെ 1.5 hours പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട്. എക്സാക്ട്ലി. അതിപ്പോ ജിം ഐ മീൻ മൂവി ഉണ്ടെങ്കിലും മൂവി ഇല്ലെങ്കിലും എന്താണെങ്കിലും ആ പടത്തിന് ഐ മീൻ ഒരു ക്യാരക്ടറിന് ഒരു ഫിസിക്ക് വേണ്ടെങ്കിലും ദ എവറി ഡേ വർക്ക്ഔട്ട് ഈസ് ഹാപ്പനിങ്. ദാറ്റ്സ് വൈ ഐ ആം ദർ. ലൈക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് ദ ജനറൽ ഫിറ്റ്നസ് ഇസ് ഐ എം ടേക്കിംഗ് കെയർ ഓഫ്. സോ ദാറ്റ്സ് ദ പ്രൈം. പിന്നെ മൂവിയുടെ റോളുകൾക്ക് വരുന്നത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അപ്പൊ എപ്പോഴും നമ്മളൊരു ജനറൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടായാലും ഷൂട്ട് കഴിഞ്ഞു അത് തിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അല്ലേ? അല്ല, അപ്പോഴേക്കും എന്തായാലും ഒരു ഡയറ്റ് ബ്രേക്കിംഗ് സോണിലേക്ക് പോകും. ദെൻ ബട്ട് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഗോ ഓവർ ബോർഡ്. അവർക്കറിയാം എവിടെ സ്റ്റോപ്പ് ചെയ്യണം. ദേ നോ ഹൗ മച്ച് ഈസ് ടു മച്ച്. അവർ തിരിച്ച് പഴയ റുട്ടീനിലേക്ക് തന്നെ വരും. ഓഫ് കോഴ്സ് ഒരു 1-2 ദിവസം പുള്ളി അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ബട്ട് ദ തിങ് ഈസ് പലരും ആ റൂട്ടിലേക്ക് പോകും. മല്ലികാമ്മ എപ്പോഴും പറയണവരുണ്ട്, എത്ര ഫുഡ് വെച്ച് കൊടുത്താൽ അവൻ ഒരു ഇതില് മാത്രമേ കഴിക്കുള്ളൂ. അത് ശരിയാണ്. അപ്പൊ ഈ ജിമ്മില് 1.5 മണിക്കൂറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോ ടയേർഡ് ആവില്ലേ? അതെ, ടയേർഡ് ആവും. ഭയങ്കര കഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. അതല്ല ഞാൻ എനിക്ക് ഫുൾ ക്ലാസ് തന്നെ ഒന്നുണ്ട്, പക്ഷെ പിന്നെ ഒരിക്കലാവാം. അല്ല, അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മനസ്സിലായി. കാരണം അതിൽ നിന്നുള്ള എന്താ പറയാ, ഇപ്പം താങ്കളിപ്പോ 5G ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാന്ന് വിചാരിക്കാം. പെട്ടെന്ന് 2G ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? കാരണം എന്താ, സ്ലോ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ.
ഇമാജിൻ നിങ്ങൾ 2G ഉപയോഗിക്കുന്ന ആൾ പെട്ടെന്ന് 5Gയിലേക്ക്, അതാണ് ഫിറ്റ്നസ് നമുക്ക് വരുന്ന മാറ്റം. അതായത് നമ്മളൊരു നല്ല ഫിറ്റ്നസ് ലെവലിൽ നിന്നിട്ട് വീണ്ടും അതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2G ഉപയോഗിക്കണവർ നമ്മുടെ മൂവ്മെന്റ് സ്ലോ ആയിരിക്കും, തിങ്കിങ് വിൽ ബി ഡിഫറെന്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹൗ യു ലുക്ക് ഓൺ ദ മിറർ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പെർഫോം, ദ ആറ്റിറ്റ്യൂഡ്, ദ വേ യു ഡ്രസ്, ദ വേ യു ക്യാരി യുവർ സെൽഫ്. അതെല്ലാം നമ്മുടെ ഫിറ്റ്നസ് ആയിട്ട് റിലേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കിയേക്കുന്ന ഒരാൾ ഒരിക്കലും 2Gയിലേക്ക് പോകില്ല. ഐ മീൻ തോന്നില്ല. അപ്പൊ ആ 1.5 hours ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. മനസ്സിലായോ? എല്ലാ പോയിന്റിലും, അവരുടെ പ്രൊഫഷണലിലും പേഴ്സണൽ ലൈഫിലും ഡെയിലി ലൈഫിലും അവരുടെ കരിയറിലും എല്ലാത്തിലും അതിന്റെ പേ ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല. ഇറ്റ്സ് എ തിങ് ദാറ്റ് മേക്ക് ദം മൂവ് ഫോർവേഡ്. കുറച്ച് ക്ലിയർ ആയോ? മനസ്സിലായി. ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞു. ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യമുണ്ട്, രാജുവേട്ടനെ പോലെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല എന്നൊന്നും ചെയ്യാൻ. അങ്ങനെ വിചാരിക്കണ്ട, ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തൊരു നെഗറ്റീവാണ്. അല്ല എന്നോട് അങ്ങനെ ആരും പറയാറില്ല സാധാരണ. ഞാനിങ്ങനെ പറയുമ്പോ ചുമ്മാ പറഞ്ഞു. അപ്പം ഒരു സാധാരണ ഒരു ആള് വന്നിട്ട് ഇപ്പം വരാണ് ചേട്ടന്റെ അടുത്തോട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ആക്ച്വലി എത്ര സമയം എടുക്കുമോ ഒരു വെയിറ്റ് ലോസിന്? ഒരിക്കലും ആടുജീവിതമായിട്ട് കമ്പയർ ചെയ്യരുത്. അല്ല, ഞാൻ പറയായിരുന്നു, കാരണം അത് ആർക്കും വേണ്ടാത്തൊരു കാര്യം. ഐ മീൻ ലൈക്ക് ലൈഫിൽ ഒരിക്കലും പട്ടിണി രൂപത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അൺഹെൽത്തി. അല്ലാതെ ആണെങ്കിൽ ഇത് അത് ഗവേൺ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആണോ പെണ്ണോ അല്ലെങ്കിൽ അവരുടെ ബോഡി ടൈപ്പ് അങ്ങനെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ട് ഇതാണ് റൂള്, ഇത് 3 മാസത്തിനുള്ളിൽ ഇങ്ങനെ ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ, എന്താണ് അവരുടെ എനർജി ലെവൽ, ദ ഫുഡ് ദേ ഈറ്റ്. നമ്മളൊരു പാറ്റേൺ കണ്ടുപിടിക്കും, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. എനിവേ ഒരു 12 to 16 വീക്സിൽ ഒരു വിസിബിൾ ചേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 3 months 4 monthsലേക്ക് നമുക്കൊരു വിസിബിൾ ചേഞ്ചസിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇഞ്ച് ലോസസ് ഒക്കെ ആയിട്ട്. പക്ഷെ ഒരിക്കലും നമുക്കൊരു പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അതായത് അത് മിക്കപ്പോഴും ഞാൻ കാണുന്ന ഒരു 1 month 10 kg എന്നൊക്കെ പറയണ മിക്കവാറും അതെനിക്കൊരു സ്പാം പോലെയാണ് തോന്നിക്കുന്നത്. പിന്നെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള വേയും അല്ല. ഇറ്റ്സ് നോട്ട് നൈസ്. ലൈക്ക് നമ്മളൊരു 5 വർഷം 6 വർഷമൊക്കെ ആയിട്ട് ഉള്ള റുട്ടീനുകൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു വെയിറ്റ് 1 മാസം 2 മാസം കൊണ്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അത് മറ്റേ എന്താ പറയാ, കോവിഡ് ടൈമിൽ ഡോക്ടർ ആയ പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ടൊരു ഉപകാരമില്ല. അതാണ് അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഒരു ഹെൽത്തി വേയിലേക്ക് എത്താം. പിന്നെ നമുക്ക് ഇതിന്റെ ബേസിക്സ് ആൻഡ് ഫണ്ടമെന്റൽസ് പഠിക്കാം. ഇത് പിന്നെ അത് മനസ്സിലാക്കേണ്ട ഇറ്റ്സ് ഫോർ ലൈഫ്. ഇതൊരു ഇവന്റിന് വേണ്ടിയിട്ടോ നമ്മുടെ ഒരു ഇവന്റ് ഒരു കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തിട്ടോ ഒന്നും അല്ല ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഫോർ ലൈഫ് ആൻഡ് ഫിറ്റ്നസ് ഇസ് നോട്ട് ഓൾവേസ് വിസിബിൾ. നമ്മൾ എങ്ങനെയാണ് കാണുന്നത് പോലെ തന്നെ ആവണമെന്നില്ല. കാരണം ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യാം. സോ ദ തിങ് ഈസ്, കുറെ പേർക്ക് എന്നെ ലോങ് ഡിസ്റ്റൻസ് റണ്ണിൽ ബീറ്റ് ചെയ്യാൻ പറ്റും, കുറെ പേർക്ക് എന്നെ ബോക്സിംഗിൽ ബീറ്റ് ചെയ്യാൻ പറ്റും, കുറെ പേർക്ക് അത് എന്നിലും ലീൻ ആയിട്ടുള്ളവർക്കും. മനസ്സിലായോ? സോ ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ദ തിങ് ഈസ് ഞാൻ പറയാൻ വന്ന കാര്യം, ഒരാളുടെ ലുക്കോ ദ വേ ഹി ലുക്സ് ഓർ ലൈക്ക് ദ ബോഡി നേച്ചർ വെച്ചിട്ട് അയാൾ ഫിറ്റ് ആണോ അല്ലേ എന്ന് പറയുന്നതിലുപരി ആള് ദേ ക്യാൻ ഡു അതർ തിങ്സ്, അതർ സ്പോർട്സ് ആൻഡ് ഓൾ. സോ അതല്ല നോക്കേണ്ടത്. നമ്മുടെ ഫിറ്റ്നസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ ബോഡി ഇമേജ്. ഫിറ്റ്നസ് ഈസ് സംതിങ് ഡിഫറെന്റ് ആൻഡ് ഓഫ് കോഴ്സ് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ബോഡിയിൽ ട്രാൻസ്ഫോർമേഷൻ വരും. സോ യെസ് മാം. ഏത് ഫ്ലെക്സ് ചെയ്യണത്? ആണോ? കുട്ടിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? ഇല്ല. എനിക്ക് ഇത് കേട്ടിട്ട് കൊറേ ഇത് വന്നു. എന്ത്? ഇത്രയൊക്കെ കഷ്ടപ്പാടാണ് എക്സർസൈസ് ചെയ്യാൻ. അല്ല ആക്ച്വലി എന്റെ മെസ്സേജ് കഷ്ടപ്പാടാണെന്നുള്ളതിലുപരി അത് വർക്ക് അതാണ് എടുക്കേണ്ട മെസ്സേജ്. മനസ്സിലായിട്ടില്ല. അതെ അതെന്തായാലും ഉണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ. ലൈക്ക് ഒരു ചെറിയ കഷ്ടപ്പാട് എടുത്താലാണല്ലോ വരുന്നത്. ഇന്ന് നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന തന്നെ നമ്മൾ രണ്ടുപേരും ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടല്ലേ. സോ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ചെറിയ കഷ്ടപ്പാടുണ്ട്. ഒരുപാട് സന്തോഷം ചേട്ടാ. വിഷമിച്ചിട്ടാണെങ്കിലും ചെയ്യണം. സന്തോഷമുള്ള സംസാരിച്ചത്. എനിക്കത് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.